അമ്മ അത് വേണ്ട വേണ്ട, ഇനി അമ്മയെന്നും അച്ഛാന്നും ഒക്കെ വിളിച്ചോണ്ട് ഇതിനകത്തേക്ക് വരണ്ട. എന്നാലേ അമ്മ അച്ഛാന്ന് വിളിക്കാം, അല്ലെങ്കിൽ അമ്മയെന്ന് വിളിച്ചിട്ട് കാര്യമില്ല. അമ്മയ്ക്ക് അമ്മയുടെ അല്ല അമ്മായി അമ്മയുടെ സ്വഭാവ. അച്ഛനാണ് പള്ളിയിൽ അച്ഛന്റെ പ്രകൃതം. ഇതിനിടെ കിടന്ന് കണ്ണീര് കുടിക്കുന്നത് ഞങ്ങളാ. എന്തിനാടാ കണ്ണീര് കുടിക്കണേ? ആ കിണറ്റിൽ നല്ല വെള്ളം കിടപ്പുണ്ടല്ലോ, കോരിക്കോരി കുടിച്ചൂടെ? എടാ, നിന്റെ ഭാര്യ മൂന്നാമതൊരു പെങ്കുഞ്ഞിനെ പ്രസവിച്ചപ്പോ ഞങ്ങൾ നിന്നോട് പറഞ്ഞതല്ലേ വേറെ കല്യാണം കഴിക്കാൻ. എന്നിട്ടിപ്പൊ എന്തായി? തറവാട് പിടിക്കാൻ 2 സന്തതികളെ കിട്ടിയപ്പോ തൃപ്തിയായില്ലേ? അത് എന്റെ കുറ്റം കൊണ്ടാണോ അപ്പൂപ്പ? ഒരു ആൺകുട്ടിയെ കിട്ടാൻ വേണ്ടിട്ടല്ലേ കുടുംബാസൂത്രണം പോലും മറന്ന് ഞാൻ 5 കുട്ടികളുടെ തന്തയായത്. ചേട്ടൻ എന്തൊക്കെയാ പറയുന്നത്? ചേട്ടൻ ചേട്ടത്തെയും വിളിച്ചതിനകത്തേക്ക് കയറ്. ഇതിനകത്തേക്ക് കാലെടുത്ത് കൂത്താൻ ഞാൻ സമ്മതിക്കത്തില്ല. നിനക്ക് താമസിക്കാൻ നിന്റെ ഓഹരിയിൽ ഒരു വീട് ഞാൻ പണിതിട്ടുണ്ട്, അങ്ങോട്ട് പോയിക്കോ. ഞാൻ ഇതിനകത്ത് കയറും, ഇത് എനിക്ക് കൂടി അവകാശപ്പെട്ട വീടാ. ഇതിനകത്ത് സ്ഥിരതാമസമാക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. ഒരവകാശം ഈ വീട്ടിലോ ഇനിയുള്ള എന്റെ സ്വത്തുക്കളിലോ നിനക്ക് യാതൊരു അവകാശവും ഇല്ല. ഇവിടെ ഒരു ആൺകുട്ടി ജനിക്കട്ടെ, അവന്റെ പേരിലേ ഞാൻ ഇതെല്ലാം എഴുതി വെക്കൂ. ആണിനെ പ്രസവിക്കാൻ കഴിയാത്തവൾ ശപിക്കപ്പെട്ടവളാ. അങ്ങനെ ഒരുത്തിയെ ഞാൻ എന്റെ കൂടെ താമസിപ്പിക്കില്ല.